ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുന്ദരിയെ കാണാത്തതറിഞ്ഞ ശേഷം മല്ലിക നന്നായിട്ട് തന്നെ പൊട്ടിക്കരഞ്ഞ് തന്നെ ബഹളം വെക്കാൻ കേട്ടോ. കൃഷ്ണനോടും അച്ചമ്മയോടും ശ്രീദേവിയോടും മാലിനിയോടും ഒക്കെ ചേർന്ന് പറയാണ്. അപ്പം മാലിനിയെ കാണിച്ചു കൊടുത്ത ശേഷം സുന്ദരിയുടെ അമ്മ പറയാണ്, മല്ലിക പറയാണ്, നിങ്ങളുടെ ഈ മകൾ മാലിനിയാണ് കാണാത്തതെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഒരു അശ്രദ്ധയുമില്ലാതെ ഇരിക്കില്ലല്ലോ. നിങ്ങളൊക്കെ വെപ്രാളം പിടിച്ച് എല്ലായിടത്തും തെരഞ്ഞു നോക്കാൻ പോവില്ല. ഇത് എൻ്റെ മോളായതുകൊണ്ടല്ലേ. എൻ്റെ മോള് മരിച്ചാലെന്ത് ജീവിച്ചാലെന്ത്, നിങ്ങൾക്ക് അത്രയ്ക്കല്ലേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും തന്നെ തിരയണ്ട, ഞാൻ തന്നെ പോയി തിരഞ്ഞോളാം. എൻ്റെ മോളെ കാണാത്തത് എൻ്റെ മോളെ എനിക്ക് ആവശ്യമുണ്ട്, നിങ്ങൾ ആരും തന്നെ വരണ്ട എന്നും പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് തന്നെ മല്ലിക അവിടെ നിന്ന് അങ്ങ് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ കൃഷ്ണൻ പറയാണ്, നീ ഇനി ടെൻഷൻ ആവണ്ട, ഞാനും കൂടി നിൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ, വേണ്ട ഞാൻ തന്നെ പൊയ്ക്കോളാം ആങ്ങളെ എന്ന് പറയുമ്പോൾ, അല്ല നിനക്ക് എന്നോടാണ് ദേഷ്യമെങ്കിൽ നീ എൻ്റെ നേരെ പരാതി കൊടുത്തോ. ഞാനാണ് സുന്ദരിയെ തട്ടിക്കൊണ്ടു പോയതെന്നോ ഞാനാണ് സുന്ദരിയെ ഇല്ലാതാക്കിയതൊക്കെ എന്ന് പറഞ്ഞ് നീ പരാതി കൊടുത്തോ. പക്ഷെ നീ ഒറ്റയ്ക്ക് പോകണ്ട, പോലീസ് സ്റ്റേഷനിലേക്കൊന്നും ഞാനും കൂടി നിൻ്റെ കൂടെ വരാമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി പിന്നീട് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സ്റ്റേഷനിലെത്തിയ ശേഷം അവിടെ പോയിട്ട് SIയെ കാണുകയാണ്. എന്നിട്ട് പരാതി കൊടുക്കുകയാണ്. സുന്ദരിയെ കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഒരു ഫോട്ടോയും പരാതിയും കൂടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യമൊക്കെ SI വിശദമായി ചോദിച്ചറിയാൻ കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണമാമയും മല്ലികയും കൂടി ചേർന്ന് പറയാണ്, ഇവളുടെ ഭർത്താവ് കാർത്തികിനെയാണ് ഞങ്ങൾക്ക് സംശയമുള്ളത് എന്ന് പറയുമ്പോൾ, അല്ല നിങ്ങളല്ലേ ഇന്നലെ വൈഗയെ കാണാനില്ല എന്നും പറഞ്ഞ് പരാതി തരാൻ വന്നത് എന്ന് പറയുമ്പോൾ, അതെ വൈഗ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വൈദേഹി മാഡം വീട്ടിലെത്തിയ സമയത്ത് വൈഗയും കുഞ്ഞും അവിടെയുണ്ട്. എന്നിട്ട് എന്താ ഇവിടെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാരമില്ല, ഇതിപ്പോൾ ആരാന്നാ പറഞ്ഞത്, ഇത് എൻ്റെ മകൾ സുന്ദരിയാണ്, അവളെ കല്യാണം കഴിച്ചത് കാർത്തികാണ് എന്ന് പറയുമ്പോൾ, അപ്പം നിങ്ങൾ വൈകിയെ കല്യാണം കഴിച്ചതും കാർത്തികാണെന്നല്ല പറഞ്ഞത്. അതെ, എൻ്റെ മകൾ സുന്ദരിയെയാണ് ആദ്യം കല്യാണം കഴിച്ചത്, പിന്നീടാണ് കാർത്തിക് വൈകിയെ കല്യാണം കഴിച്ചത്. അക്കാര്യം അറിഞ്ഞ ശേഷമാണ് വൈഗയും കുഞ്ഞും വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയതും സത്യങ്ങൾ അറിഞ്ഞ ശേഷമാണ് വൈഗയോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് എന്ന് പറയട്ടെ. അപ്പോൾ കാർത്തിക് ഒരു ഫ്രോഡാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞതിൽ നിന്നും എനിക്ക് മനസ്സിലാകുന്നത് എന്നുള്ള കാര്യം അങ്ങനെ SI പറയാൻ കേട്ടോ. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാവോ. സുന്ദരി ഇങ്ങനെ കളക്ടർ ആവാൻ വേണ്ടി നോക്കുകയാണ്, പരീക്ഷ എഴുതിയെന്നും ഇൻ്റർവ്യൂ കഴിഞ്ഞു എന്നുള്ള കാര്യമൊക്കെ SIയോട് അങ്ങ് പറയാൻ കേട്ടോ. ഈ സമയത്താവും അവിടെ ഓട്ടോയിൽ കാർത്തിക് വന്ന് ഇറങ്ങാൻ കേട്ടോ. സ്റ്റേഷനിലേക്ക് വരികയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന കോൺസ്റ്റബിളിന്, എനിക്കൊരു പരാതിയുണ്ട്, എൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനില്ല, അതുകൊണ്ട് എനിക്ക് SI സാറിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയട്ടോ. അപ്പോൾ കാർത്തികിനോട് കോൺസ്റ്റബിൾ പറയണേ, നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ പോയി ആദ്യം സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് SIയോട് സംസാരിക്കാൻ കേട്ടോ. ഇന്നലെ ഒരു പരാതി കിട്ടിയില്ല, ഒരു മിസ്സിങ് കേസ്, വൈഗയെ കുഞ്ഞിനെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അതേ കേസുമായിട്ട് വീണ്ടും ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയട്ടെ. അപ്പോൾ SI പറയണ, അതിന് ആ കുഞ്ഞും വൈഗയും വീട്ടിലെത്തിയിട്ടുണ്ട്, അവർ ക്ലോസ് ചെയ്തിട്ടില്ല കേസ്, അതുകൊണ്ടാണ് അയാളെ പറഞ്ഞു വിട്ടേക്ക്, അയാളോട് കാര്യം പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് ആ കംപ്ലൈൻറ്റ് അങ്ങ് നിരസിച്ച ശേഷം കാർത്തികിൻ്റെ അടുത്തേക്ക് ചെല്ലാണ്ട്, നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞും വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കാർത്തിക് പറയും, ഇല്ല സാറേ എത്തിയിട്ടില്ല, അവരവിടെ ഇല്ല, നിങ്ങളൊന്ന് ആദ്യം പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട് കാർത്തികിനോട് കോൺസ്റ്റബിൾ പറയുമ്പോഴാവും അവിടുന്ന് SIയും സുന്ദരിയുടെ അമ്മ മല്ലികയും കൃഷ്ണമാമയും കൂടി അങ്ങ് വരികയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ കാർത്തികിനെ കണ്ടപ്പോൾ മല്ലികയും കൃഷ്ണമാമയും ആകെ അങ്ങ് ഷോക്കാവാണ് കേട്ടോ. എന്നിട്ട് മല്ലിക പറയാൻ, സാറേ ഞങ്ങൾ പറയുന്ന കാർത്തിക് ഇവനാണ് എൻ്റെ സുന്ദരിയെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് എന്നങ്ങ് പറയട്ടോ. അത് കേട്ടതോടുകൂടി കാർത്തിക് അങ്ങ് തിരിഞ്ഞു നോക്കാൻ കേട്ടോ. തിരിഞ്ഞു നോക്കിയ സമയത്ത് മല്ലികയും കൃഷ്ണനെയും കണ്ടതോടുകൂടി കാർത്തിക് പേടിച്ചിട്ട് തന്നെ അവിടെ നിന്ന് അങ്ങ് ഓടിപ്പോവാണ് കേട്ടോ. അപ്പോൾ SI പറയാണ്, അയാളെ പിടിക്ക്, അയാൾ തന്നെയാണ് തെറ്റുകാരൻ, അതുകൊണ്ടാണ് അയാൾ ഓടിയത്, അയാൾ എത്രയും പെട്ടെന്ന് പിടിച്ചോണ്ട് വാ എന്ന് പറയട്ടോ. അങ്ങനെ കോൺസ്റ്റബിളൊക്കെ കാർത്തികിൻ്റെ പുറകെ അങ്ങ് ഓടാണ്. പക്ഷേ കാർത്തികിനെ കിട്ടാതെ കാർത്തിക് അങ്ങ് വട്ടം ചുറ്റിച്ചുകൊണ്ട് തന്നെ പോലീസുകാരെ അങ്ങ് വട്ടം ചുറ്റിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് അങ്ങ് ഓടി രക്ഷപ്പെടാൻ കേട്ടോ. അപ്പോൾ SI പറയുന്നുണ്ട്, അവനെ വെറുതെ വിടരുത്, എത്രയും പെട്ടെന്ന് തന്നെ അവനെ കൈയോടെ പൊക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെ അങ്ങ് പറഞ്ഞയക്കാണ്. അങ്ങനെ കാർത്തികിൻ്റെ പുറകെ പോലീസുകാർ ജീപ്പുമായിട്ട് ചെല്ലാണ് കേട്ടോ. അപ്പോഴൊന്നും കാർത്തികിനെ കിട്ടില്ല. കാർത്തിക
അപ്പോഴത്തേക്കും അവിടുന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ മല്ലിക അവിടെ ഇരിക്കുന്ന സ്കൂട്ടി കാണാണ്ട് സ്കൂട്ടി മല്ലികയുടെ കണ്ണിലങ്ങ് പെടുകയാണ്. അപ്പോൾ അത് സുന്ദരിയുടെ സ്കൂട്ടി ആവട്ടോ. അപ്പോൾ കൃഷ്ണനോട് പറയണം, ദേ ആങ്ങളെ അത് സുന്ദരിയുടെ സ്കൂട്ടിയല്ലേ എന്നങ്ങ് പറയട്ടോ. അപ്പോൾ പോലീസുകാരനോട് എന്താ എന്താ നിങ്ങൾ പറഞ്ഞ സുന്ദരിയുടെ? അതെ, ഇത് എൻ്റെ മോളുടെ സ്കൂട്ടി തന്നെയാണ്, ഇത് സാറിന് എവിടുന്ന് കിട്ടി എന്നങ്ങ് ചോദിക്കട്ടോ. അപ്പോൾ എസ് ഐ മനസ്സിൽ കരുതുന്നു, അപ്പോൾ സുന്ദരി എവിടെ? ഈ സ്കൂട്ടി മാത്രമാണല്ലോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ സുന്ദരിയെ മിസ്സിങ് ആക്കിയിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ പോലീസ് പറയും, നിങ്ങൾ ഇങ്ങോട്ട് വാ, വിശദമായിട്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്നങ്ങ് പറയണ. നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ആ സ്കൂട്ടി സുന്ദരിയുടേതാണെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മല്ലിക പറയും, അതെ എൻ്റെ മോളുടെ സ്കൂട്ടി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു കോള് വന്നിരുന്നു, ഇങ്ങനെ റോഡരികിൽ ഒരു അജ്ഞാതമായിട്ട് തന്നെ ഒരു സ്കൂട്ടി കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന ശേഷമാണ് ഈ സ്കൂട്ടി കണ്ടത്. പക്ഷേ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സ്കൂട്ടിക്ക് ചെറുതായിട്ടൊന്ന് അപകടം പറ്റിയിട്ടുണ്ട്. 2 വീലർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പുറകിൽ നിന്നും ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി, അപ്പോഴത്തേക്കും അതിലുള്ള ആളൊക്കെ നിലത്ത് വീഴും. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതാവാനും സാധ്യതയുണ്ട്. ചെറുതായിട്ടൊരു പരിക്കാണ് ആ സ്കൂട്ടിക്കുള്ളൂ, പക്ഷേ ആളവിടെ ഉണ്ടായിട്ടില്ല. ഇനി ആ ആൾ നിങ്ങൾ പറയുന്ന സുന്ദരി ഇനിയിപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കോമയിലാണെന്ന് പറയാനും പറ്റില്ല എന്ന് പറയുമ്പോൾ മല്ലിക പറയണേ, ഹോസ്പിറ്റലോ? ഏത് ഹോസ്പിറ്റൽ? അല്ല, ഞാനൊരു സാധ്യത പറഞ്ഞതാണ്, ഹോസ്പിറ്റലാവണമെന്നില്ല, എൻ്റെ ഒരു നിഗമനമാണ് പറയുന്നത്. ഇനി ഹോസ്പിറ്റലിൽ സുന്ദരി എന്നുള്ള ആളുണ്ടോ എന്നുള്ള അന്വേഷിക്കാം. അതിൻ്റെ പുറമെ പേരില്ലാതെ തന്നെ അവിടെ അഡ്മിറ്റ് ആയിട്ടുള്ള, അവിടെ അപകടം പറ്റി ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഞങ്ങൾ വിശദമായിട്ട് തന്നെ അന്വേഷിച്ച് ഞങ്ങൾക്ക് ഒരു ദിവസത്തെ ഒരു സാവകാശം താ, അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ മകൾ എവിടെയാണോ എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തി തരാം. അതല്ല ആരെങ്കിലും സുന്ദരിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണെങ്കിൽ അതും ഞങ്ങൾ കണ്ടെത്തി തരാം എന്ന് പറയട്ടോ. അപ്പം മല്ലിക പറയാണ്, തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാർത്തിക് തന്നെ ആയിരിക്കും സാറേ. ഞങ്ങൾക്ക് കാർത്തികിനോട് നല്ല സംശയമുണ്ട്, അവന് എൻ്റെ സുന്ദരിയെ അത്രക്കധികം ദേഷ്യവുമുണ്ട് എന്നൊക്കെ പറയാം. നിങ്ങൾ ടെൻഷൻ ആവല്ലേ, ഞങ്ങൾക്ക് ഒരു ദിവസത്തെ സാവകാശം തായി, നിങ്ങളുടെ സുന്ദരിക്ക് എന്താണ് പറ്റിയത് എന്നുള്ളത് ഞങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് വിളിച്ചു പറയാം എന്നൊക്കെ പറഞ്ഞ ശേഷം അവിടുന്ന് കൃഷ്ണനെയും മല്ലികയും അവിടുന്ന് പറഞ്ഞയക്കാം കേട്ടോ. പിന്നീട് വൈദേഹിയുടെ വീട്ടിലേക്ക് കാർത്തികിൻ്റെ ഒപ്പം പണിയെടുത്തിരുന്ന സുബ്രഹ്മണ്യനും ശർമ്മയും കൂടി വരികയാണ് കേട്ടോ. അപ്പോൾ ശർമ്മയോടൊക്കെ വൈദേഹി നന്നായിട്ട് തന്നെ ചൂടാവുന്നുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെന്നെ കമ്പനിയിൽ നിന്നും 5 മാസമായിട്ട് മാറ്റി നിർത്തിയ കാര്യം എന്തുകൊണ്ട് എന്നെ അറിയിച്ചില്ല? കാർത്തികല്ലല്ലോ അവിടെ തീരുമാനം എടുക്കേണ്ടത്, ഞാനല്ലേ, എൻ്റെ കമ്പനിയല്ലേ, അപ്പോൾ എന്നോടല്ലേ നിങ്ങൾ പറയേണ്ടത് എന്ന് പറയുമ്പോൾ സുബ്രഹ്മണ്യം പറയാണ്, വൈദേഹി മാഡത്തിനെ അറിയിച്ചാൽ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് തരാനുള്ള 2 ലക്ഷം രൂപ തരില്ല, പിന്നീട് നിങ്ങളെ കമ്പനിയിൽ നിന്ന് പുറത്താകുകയും ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ അറിയിക്കാതിരുന്നത് മാഡം എന്ന് പറയട്ടോ. അപ്പോൾ നിൻ്റെ കയ്യിൽ നിന്നും 2 ലക്ഷം രൂപ കാർത്തിക് വാങ്ങിയോ എന്ന്? അതെ മാഡം, ഞാൻ കുറേയായി കാർത്തികിനോട് ചോദിക്കുന്നു, പക്ഷെ തരുന്നില്ല, അതുകൊണ്ട് കാർത്തിക് ചെയ്യുന്ന എല്ലാ കള്ളത്തരത്തിനും ഞാനും കൂടി കൂട്ടുനിന്നിട്ടുണ്ട് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ശർമ്മയോട് പറയാണ്, ശർമ്മ നിങ്ങൾ എത്രയും പെട്ടെന്ന് കമ്പനിയിലേക്ക് തിരികെ കയറിയ ശേഷം കാർത്തിക് അവിടെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ തരം കൊള്ളരുതായ്മക്കും നിങ്ങൾ അതെല്ലാം കണ്ടെത്തി എനിക്ക് കാർത്തികിൻ്റെ പേരിൽ ഒരു 5 കോടിയെങ്കിലും മിസ്സിംഗ് ആയ കാര്യം ഒന്ന് രേഖപ്പെടുത്തി അത് തെളിവ് സഹിതം തന്നെ രേഖപ്പെടുത്തി എനിക്ക് തരണം. എന്നിട്ട് കാർത്തികിനെ എനിക്ക് ജീവിതകാലം മുഴുവൻ ജയിലിനുള്ളിലാക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയട്ടോ. അപ്പോൾ ഒപ്പം തന്നെ വായികയും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാർത്തിക് ചെയ്ത കൊള്ളരുതായ്മകളെല്ലാം തന്നെ സുബ്രഹ്മണ്യനും ശർമ്മയും കൂടി പറയുമ്പോൾ വൈകയ്ക്ക് തന്നെ കാർത്തികിനോട് ദേഷ്യം അടക്കാനാവാതെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ആ കമ്പനിയിൽ എന്ത് തരത്തിലുള്ള ഡീല് നടന്നാലും അതിൽ നിന്നെല്ലാം കാർത്തിക് കമ്മീഷൻ വാങ്ങിയിരുന്നു എന്നുള്ള കാര്യമൊക്കെ സുബ്രഹ്മണ്യം പറയാണ്. അപ്പോൾ ശർമ്മ ചോദിക്കുകയാണ്, എങ്ങനെ മാഡം 5 കോടിയുടെ മിസ്സിംഗ് ഒക്കെ എങ്ങനെ എഴുതും എന്ന് ചോദിക്കുമ്പോൾ സുബ്രഹ്മണ്യം പറയണ, ശർമാജി നിങ്ങൾ പേടിക്കണ്ട, 5 കോടിയല്ല, എത്ര
എത്ര കോടി വേണമെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും അയാൾ. അതിനുള്ള തെളിവുകളൊക്കെ എൻ്റെ പക്കലുണ്ട്. അയാൾ ചെയ്തു കൂട്ടിയ എല്ലാ തരം കൊള്ളരുതായ്മയുടെ തെളിവുകളും എൻ്റെ പക്കലുണ്ട്. അതിനൊന്നും ശർമാജി പേടിക്കേണ്ട എന്ന് പറയട്ടോ. അപ്പോൾ വൈദേഹി പറയാണ്, കണ്ടില്ലേ, അവൻ്റെ വലം കൈയായി നടന്നിരുന്ന സുബ്രഹ്മണ്യൻ അറിയാം അവൻ്റെ കൊള്ളരുതായ്മകൾ എന്തെല്ലാം എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ അവനെതിരെയുള്ള എല്ലാ തരത്തിലുള്ള 5 കോടി മിസ്സായതിനുള്ള ആ രേഖ എനിക്ക് കിട്ടണം. എന്നിട്ട് വേണം അവനെ ജയിൽ അഴിക്കുള്ളിലാക്കാൻ എന്നൊക്കെ ഇങ്ങനെ വൈദേഹി ദേഷ്യം പിടിച്ചുകൊണ്ട് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അവനെ ഞാൻ വെറുതെ വിടില്ല. അവൻ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്കുള്ള ശിക്ഷ അവനക്ക് കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറയട്ടോ. എന്നിട്ട് അവരോട് അവിടുന്ന് അങ്ങ് പോകാൻ വേണ്ടി പറയാണ്. അപ്പോൾ സുബ്രഹ്മണ്യൻ ചോദിക്കുന്നുണ്ട് കേട്ടോ വൈദേഹിയോട്, പോകുന്ന സമയത്ത് എൻ്റെ 2 ലക്ഷം മാഡം എനിക്ക് എത്രയും പെട്ടെന്നൊന്ന് തരുമോ? എൻ്റെ ഭാര്യയുടെ സ്വർണം പണയം വെച്ച ശേഷമാണ് ഞാനത് ചെയ്തതെന്ന് പറയുമ്പോൾ, ആദ്യം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാ രേഖകളും എനിക്ക് കൊണ്ടുതായോ, എന്നതിൻ്റെ ശേഷം നിൻ്റെ 2 ലക്ഷം രൂപ തരാമെന്ന് പറയട്ടോ. അപ്പോൾ ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മാഡം എന്ന് പറഞ്ഞ ശേഷം അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. പിന്നീട് വൈദേഹി വൈകിയോട് പറയാണ്, 2 കുടുംബങ്ങളെയാണ് അവൻ ചതിച്ചു വഞ്ചിച്ചത്, വഴിയാധാരമാക്കിയത്. അവനെ വെറുതെ വിടാൻ പാടില്ല. അവൻ്റെ കൊള്ളരുതായ്മ എല്ലാം തന്നെ കണ്ടെത്തിയ ശേഷം അവന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം എന്നൊക്കെ പറയട്ടോ. അപ്പോൾ വൈഗയ്ക്കാണെങ്കിലോ കാർത്തികിൻ്റെ ഓരോ വാക്കുകൾ പറയുമ്പോഴും വൈഗയ്ക്ക് അത്രയ്ക്കധികം ദേഷ്യവും സങ്കടവും ഒക്കെ അങ്ങ് വരികയാണ്. പിന്നീട് വൈദേഹിക്ക് കൃഷ്ണൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയട്ടോ. സുന്ദരിയെ കാണാതായതും ആക്സിഡൻ്റ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയാണ്. അങ്ങനെ ഇക്കാര്യമൊക്കെ വൈഗയോട് പറയുകയാണ് കേട്ടോ. വൈദേഹി പറയാണ്. അപ്പോൾ സുന്ദരിയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ വൈഗയ്ക്ക് ഭയങ്കരമായിട്ട് തന്നെ ദേഷ്യം വരികയാണ് കേട്ടോ. അപ്പം നീ എന്തിനാ മോളെ നീ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇങ്ങനെ സുന്ദരിയോട് ദേഷ്യത്തിൽ പെരുമാറുന്നത്? സുന്ദരി നിനക്ക് വേണ്ടി എല്ലാതും സഹിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ. നിൻ്റെ നന്മ മാത്രമാണ് സുന്ദരി കരുതിയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ നീ യാഥാർത്ഥ്യത്തെ എപ്പോഴും ഉൾക്കൊള്ളുന്നില്ല വൈഗ എന്നൊക്കെ പറയുമ്പോൾ, അമ്മ എന്നോട് സുന്ദരിയെക്കുറിച്ച് ഒന്നും തന്നെ പറയണ്ട, എനിക്ക് സുന്ദരിയെ കുറിച്ച് കേൾക്കുകയും വേണ്ട, അമ്മയോടല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ, മോളെ നീ എന്താ തീരെ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ സംസാരിക്കുന്നത്? സുന്ദരി നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്? സുന്ദരി നിന്നോട് മറച്ചു വെക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് നീ എന്താ ചിന്തിക്കാത്തത് മോളെ എന്നൊക്കെ അങ്ങ് പറയട്ടോ. അമ്മയ്ക്ക് എന്നോട് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, എനിക്കൊന്നും കേൾക്കണ്ട. അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഫ്രൂട്ട്സൊക്കെ അരിയുന്നത്, എനിക്ക് വേണ്ട. സുന്ദരിയോടുള്ള ദേഷ്യം കൊണ്ടാണോ നീ പറയുന്നത്? എനിക്ക് വേണ്ട എന്ന് പറഞ്ഞില്ലേ മോളെ, നീ ഒന്ന് പറഞ്ഞത് കേൾക്ക്. എനിക്ക് ഫ്രൂട്ട്സ് വേണ്ട, എനിക്ക് ജ്യൂസ് മതി എന്ന് വേണ്ട വൈദേഹിയെ അവിടുന്ന് ദേഷ്യപ്പെട്ടിട്ട് തന്നെ വൈകി അങ്ങ് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ സുന്ദരിയെക്കുറിച്ചുള്ള ആ കാര്യങ്ങൾ ഒന്നും തന്നെ കേൾക്കാൻ താല്പര്യമില്ലാത്തതുപോലെ തന്നെയാണ് കാർത്തിക് ആയിരിക്കും സുന്ദരിയെ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെ വൈകിയോട് പറയുമ്പോഴൊന്നും അതൊന്നും കേൾക്കാനോ ഉൾക്കൊള്ളാനോ വൈകിക്ക് തീരെ അങ്ങ് മനസ്സ് വരുന്നില്ല കേട്ടോ. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. അടുത്ത എപ്പിസോഡിൽ പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ചിട്ട് കാർത്തിക് നേരെ വരുന്നത് വൈകിയും കുഞ്ഞിനെയും കാണാൻ വേണ്ടിയിട്ട് വൈദേഹിയുടെ വീട്ടിലേക്ക് കേട്ടോ. എന്നിട്ട് കാർത്തികിനെ കണ്ടതോടുകൂടി വൈഗ ആകെ അങ്ങ് പേടിക്കാൻ കേട്ടോ. വൈകിയും കുഞ്ഞും അങ്ങ് ഇറുക്കി പിടിക്കാണ്. അപ്പോൾ വൈഗ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? കുഞ്ഞിനെയും കൂട്ടിയിട്ട് നമുക്ക് സന്തോഷമായിട്ട് വേറെ എവിടെയെങ്കിലും പോയി ജീവിക്കാമെന്ന് പറയുമ്പോൾ വൈദേഹി അവിടുന്ന് ഒച്ചയിട്ടുകൊണ്ട് തന്നെ ഇറങ്ങിപ്പോയിക്കൊള്ളണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് പറയാൻ നിങ്ങളാരാ? വൈഗ നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അമ്മ എനിക്ക് ഇയാളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് വൈഗ കുറച്ച് കരഞ്ഞുകൊണ്ട് തന്നെ കാർത്തികിൻ്റെ ഒപ്പം പോകാൻ കൂട്ടാക്കാതെ പേടിച്ച് തന്നെ കാർത്തികിനെ കണ്ടിട്ട് പേടിച്ച് തന്നെ നിൽക്കണം കേട്ടോ. അപ്പോൾ നിന്നോടല്ലടാ ഇറങ്ങിപ്പോവാൻ പറഞ്ഞത്, എൻ്റെ വൈഗക്കും കുഞ്ഞിനും നിൻ്റെ കൂടെ ജീവിക്കണ്ട എന്നല്ല പറഞ്ഞത്, നീ ഒരു ചതിയരാണ്, ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്ന് പറയുമ്പോൾ കാർത്തിക് ഭീഷണിയുടെ സ്വരത്തിൽ നിന്നോടല്ലടി എൻ്റെ കൂടെ വരാൻ പറഞ്ഞത് എന്നുള്ള ഭാവവ്യത്യാസത്തിൽ അങ്ങ് പറയാൻ കേട്ടോ. അപ്പോൾ വൈദേഹിയുടെ കയ്യിലിരുന്ന ആ ജ്യൂസ് അങ്ങ് കാർത്തികിൻ്റെ മുഖത്തേക്ക് അങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ. വൈദേഹി കാർത്തികിൻ്റെ മുഖത്തേക്ക് ജ്യൂസ് ഒഴിച്ചതോടുകൂടി കാർത്തികിൻ്റെ സ്വഭാവത്തിൽ അങ്ങ് വ്യത്യാസം വരികയാണ് കേട്ടോ. ഭാവവ്യത്യാസം വരികയാണ്. എന്നിട്ട് കാർത്തിക് വല്ല ക്രൂരനായ പോലെ അങ്ങ് പെരുമാറാൻ തുടങ്ങുകയാണ്. അങ്ങനത്തെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത്.